ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നല്ല എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണേ. പെരുന്നാൾ വരുന്നു, ഈസ്റ്റർ വരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ടും ഗസ്റ്റ് വരുമ്പോൾ തയ്യാറാക്കാനായിട്ടും ഒക്കെ നിങ്ങളിത് സേവ് ചെയ്ത് വെച്ചു. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടത്തില്ല. വളരെ ചിലവ് കുറഞ്ഞ നല്ലൊരു പുഡിങ്ങാണേ. ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുത്ത കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആദ്യം തന്നെ ഒരു 10-15 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണേ. ആ ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കൂടുതലായിട്ട് വെള്ളം ഒഴിക്കണ്ടേ. ഒരു 1/4 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇപ്പം ഞാൻ ചെറിയൊരു കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 250-300 ഗ്രാം ഉണ്ട്. ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് അതിൻ്റെ തീരെ ചെറിയ ആ ഗ്രേറ്റ് ചെയ്യുന്ന ഭാഗത്തല്ല, കുറച്ച് വലിപ്പമുള്ള ആ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഈ കപ്പയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തത് ഒരിച്ചിരി വലിപ്പം കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാമേ. കാരണം എൻ്റെ ആ ഗ്രേറ്ററിൽ തീരെ ചെറുതും ഏറ്റവും വലുതും മാത്രമേ ഉള്ളായിരുന്നു. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഗ്രേറ്റ് ചെയ്യുന്ന ഹോളുണ്ട്. ആ ഒരു വലിപ്പമാണ്, ആ മീഡിയം വലിപ്പമാണ് ശരിക്കും കറക്റ്റായിട്ടുള്ളത്. പിന്നെ കുറച്ചൊന്ന് വലുതായെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, വേവാൻ ഒരിച്ചിരി ഇടുന്ന് താമസിക്കും എന്നല്ലേ ഉള്ളൂ. ഇനി ഞാനത് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റുകയാണ്. എന്നാത്തിനെന്നറിയാമോ, ഒരു 2-3 പ്രാവശ്യം വെള്ളം മാറി ഇത് നന്നായിട്ടൊന്ന് ഞെരടി കഴുകിയിട്ട് അതിനുള്ള ആ എക്സ്ട്രാ സ്റ്റാർച്ച് ഉണ്ടല്ലോ, ആ സ്റ്റാർച്ച് ഒന്ന് കളയണം. ഇങ്ങനെ നന്നായിട്ട് 2-3 പ്രാവശ്യം ഞെരടി കഴുകി അതിനകത്തെ വെള്ളം മുഴുവൻ ഊറ്റി കളയാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ മടിക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അത് ഓരോ സമയത്ത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് ഒരു പാത്രത്തിലോട്ട് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ പാലിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കുമാണ്. കണ്ടൻസ് മിൽക്ക് നിർബന്ധമുള്ള ഒരു കാര്യമേ അല്ല കേട്ടോ. കണ്ടൻസ് മിൽക്ക് നിങ്ങൾക്ക് ചേർക്കാൻ കയ്യിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി. അല്ല, പാൽപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്തിട്ട് കുറച്ചുകൂടി എക്സ്ട്രാ നമ്മളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്താലും മതിയേ. ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അപ്പം നിങ്ങൾ നല്ല മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻസ് മിൽക്കോ കുറച്ചുകൂടെ പഞ്ചസാരയോ ചേർത്തോണേ. പിന്നെ ഈ രുചിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താണ് ഇപ്പം കാച്ചാൻ വെച്ചിരിക്കുന്നത്. നിങ്ങളത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അതേ സമയത്ത് തന്നെ വേറെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ജലാറ്റിനും കൂടെ ഒന്ന് ഉരുക്കാൻ വെച്ചിരിക്കുവാണ്. ജലറ്റിന് വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, പാല് മീഡിയം ഫ്ലെയിമിലുമേ. അപ്പം ഒരേ സമയത്ത് ഇത് രണ്ടും ശരിയായിട്ട് വരും. ഇപ്പം ദേ നമ്മുടെ പാലൊക്കെ ഒരുമാതിരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ കപ്പ ഇനിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ദേ നമ്മുടെ ജലാറ്റിനൊക്കെ അലിഞ്ഞും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ കപ്പ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് നന്നായിട്ട് അങ്ങ് വെന്തോളുമേ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ കപ്പയൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ ജലറ്റിന് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഈ ചൈന ഗ്രാസ് നന്നായിട്ട് കുറുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതെവിടെയും പോയി കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതെല്ലായിടത്തും അലിഞ്ഞ് ചേർന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണേ. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചു വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കണേ. അത് ചൂട് എടുക്കാൻ പറ്റുന്ന പാത്രമാണെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. ഇപ്പം ഞാൻ ചേർക്കുന്നത് കുറച്ച് നന്നായിട്ടൊന്ന് തണുത്ത് വന്നപ്പോഴേക്കും കുറച്ച് നല്ലതായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുകയാണ്. അല്ല, ഫ്രഷായിട്ട് ചെറിയ തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുഞ്ഞായിട്ട് മുറിച്ച കുറച്ച് പിസ്റ്റാഷ്യോ കൊണ്ടാണ് ഞാൻ വെറുതെ അതിൻ്റെ ചുറ്റിനും ആ ഓവൽ ഷേപ്പിലുള്ള ട്രേയുടെ ചുറ്റിനും വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട്. ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിങ് ഫിലിം കൊണ്ടോ ഫോയിൽ കൊണ്ടോ വല്ലതും നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു തട്ടിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണേ. ഫ്രീസറിൽ വെക്കരുതേ. ശരിക്കും നിങ്ങൾ ഇത് ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ. കാണാനുള്ള ഭംഗി മാത്രമല്ല,
കഴിക്കാനും നല്ല സ്വാദാണ്. നിങ്ങൾക്ക് ഈ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കേണ്ടാന്ന് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ചിലവൊന്നുമില്ലല്ലോ. പാലും പഞ്ചസാരയും ഒക്കെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിസ്ത തന്നെ വേണമെന്നില്ല, കാഷ്യൂ നട്ട്സ് ഇട്ടാലും മതി. ഇനി കാഷ്യൂ നട്ട്സ് ഇല്ലെങ്കിലും തേങ്ങ ചിരകിയതോ മാത്രം ഇട്ടാലും മതി, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ. അല്ല, കരിക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കരിക്ക് എടുത്തിട്ട് കൊച്ചു കൊച്ചു പീസസ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടാലും മതിയേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്